നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് മുട്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതെന്നുള്ളത് അല്ലേ. പക്ഷേ അത് എത്ര നേരം ബോയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത് എന്ന് നമുക്ക് എത്ര പേർക്കറിയാം. ചിലർ അത് ഈവൻ റോ ആയിട്ട് കഴിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ കഴിക്കുന്ന അത്ര റെക്കമെൻഡഡ് അല്ല, കാരണം അതിനകത്ത് ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുക്കിങ്ങിൻ്റെ ആ ഒരു ടൈമിങ്ങിലുള്ള വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് അതിനകത്തുള്ള കൺസിസ്റ്റൻസിയും വ്യത്യാസം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പം വളരെ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അകത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഒരു 15 മിനിറ്റ് ഇട്ട് ബോയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് വളരെ കട്ടിയായിരിക്കും, റബ്ബർ പോലെ ഇരിക്കും അതിനകത്തെ വൈറ്റൊക്കെ. അപ്പോൾ ഈ പ്രോട്ടീൻസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവുന്നത് റോ ആയിട്ടാണ്. പക്ഷേ അതിനകത്ത് ഇൻഫെക്ഷൻ്റെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ബാക്ടീരിയ പോകുന്നവരെ നമുക്കൊന്ന് പാസ്ചറൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതൊക്കെ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി അത് വളരെയധികം ഹൈ ടെമ്പറേച്ചേഴ്സിലോട്ട് അത് വരാനും അതിൻ്റെ ന്യൂട്രീഷൻ കണ്ടൻറ്റ് അത്രയും കുറയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ബോയിൽ ചെയ്യുമ്പം ഒരു മീഡിയമായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കുക, റോ ആയിട്ടെന്നാൽ കഴിക്കാതിരിക്കുക. ന്യൂട്രീഷൻ വാല്യൂ റീറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനകത്ത് ബാക്ടീരിയയുടെ അളവ് അവോയ്ഡ് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു മീഡിയം ഒരു 8 മിനിറ്റൊക്കെ ബോയിൽ ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്.